കഴിഞ്ഞ മാസം മുതൽ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നുണ്ട്. സംഭരിച്ച നെല്ല് സ്വകാര്യ മില്ലുകളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതുവരെ 1 കിലോ അരിയുടെ വില പോലും കർഷകന് ലഭിച്ചിട്ടില്ല. നെല്ല് അളന്നിട്ട് പോയിട്ട് ആകെ തരുന്നത് ഇതൊരു കട ബില്ല്. ഇത് നമ്മളത് സപ്ലൈകോയിൽ ഇതൊരെണ്ണം കൊടുത്തിട്ട് ഇത് ഒരു ചോപ്പ് ബില്ല് ബാങ്കിൽ കൊടുത്താൽ പണയം വെച്ചതിന് തുല്യമായിട്ട് പാതി കാശ് തരും. അതിന് നമ്മുടെ കയ്യിൽ നിന്ന് 14% ഇൻട്രസ്റ്റും കൊടുക്കണം. ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. സപ്ലൈകോയുടെ നൂലാമാലകൾ കഴിഞ്ഞ് പണം കയ്യിൽ കിട്ടുമ്പോഴേക്കും രണ്ടാം വിളയുടെ സമയം കഴിയും. രണ്ടാം വിള ഇറക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് കർഷകർ. കൂടാതെ മുൻകാലങ്ങളിൽ കൃഷിക്കായി എടുത്ത കടം വീട്ടുന്നതിനും പണം ആവശ്യമാണ്. വിളവെടുപ്പിനുള്ള ചിലവ് നിറവേറ്റാൻ പോലും കർഷകർക്കാവുന്നില്ല. കൂടാതെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും എടുക്കുന്ന നെല്ലിന് ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് സപ്ലൈകോ 2 രൂപ ഒരു ചാക്കിന് കുറയ്ക്കുകയും ചെയ്യുന്നു. നെല്ലിന്റെ താങ്ങുവില 1 രൂപ മാത്രമാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. 1 കിലോ നെല്ലിന് ആകപ്പാടെ വർദ്ധിപ്പിച്ചത് 1 രൂപയാണ്. അത് വളരെ കർഷകരോട് കാണിച്ച അനീതിയാണ്. 1 രൂപ ഭിക്ഷക്കാരന് കൊടുത്താൽ പോലും അവൻ വാങ്ങില്ല. സപ്ലൈകോവിൽ നിന്നും ലഭിച്ച റെസിപ്റ്റ് കാണിച്ചാൽ മൊത്തം തുകയുടെ പണം വായ്പയായി ബാങ്കുകൾ നൽകും. ഇതിന്റെ പലിശ 14.5%. സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റ പണം സപ്ലൈകോ നൽകാത്തതിനാലാണ് പാവം കർഷകർ കടക്കെണിയിലാവുന്നത്. നെല്ല് നൽകിയുടൻ പണം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം തെറ്റിയതോടെ അടുത്ത കൃഷി ഇറക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. ഇനിയും പണം നൽകാൻ വൈകിയാൽ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ക്യാമറ പേഴ്സൺ സിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.